മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിലിനെ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിൽ അടച്ചു. പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അതിജീവിതമാരുടെ ജീവൻ അപകടമാണെന്നും പ്രതി കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ട്. രാഹുൽ പറഞ്ഞിട്ട് ഫെനി നൈനാന്റെ അക്കൗണ്ടിലേക്ക് വയനാട് ദുരിതാശ്വാസ സഹായമായി 5000 രൂപ നൽകിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. അതേസമയം രാഹുലിനെ പുറത്താക്കിയെന്ന ന്യായീകരണവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. സമഗ്ര വിവരങ്ങൾ നൽകാനായി രാജ്കുമാറും ഷാജഹാനും ചേരുകയാണ്. രാജ്കുമാർ, ഗുരുതരമായ ഒരുപാട് പരാമർശങ്ങളുണ്ട് ഈ FIR-ൽ അടക്കം. മുൻപ് വന്ന പരാതികളുടെ സമാനമായ സ്വഭാവമാണ് ഈ മൂന്നാം പരാതിയിലെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിലിപ്പോൾ ഈ വയനാട് പുനരധിവാസത്തിൽ രാഹുൽ മാങ്കുടത്തിൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതാ അല്പം മുമ്പ് സച്ചിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ കാലത്തിന്റെ കാവ്യനീതി എന്നോണം ഒരുപാട് പെൺകുട്ടികൾ കരയാനിടയായ വ്യക്തിയാണ് അയാൾ. ഇപ്പോൾ ഇതാ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ട, അറസ്റ്റിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യം കൂടി എത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും 2 സിനിമകൾ എനിക്ക് ഓർമ്മ വരുന്നു അഷിത. ഒന്ന് കണങ്കാവൽ, 2 സർവമായ. ഇതിലെല്ലാ കഥാപാത്രങ്ങളുമായിട്ട് ഈ പറയുന്നവർക്കെല്ലാം ബന്ധമുണ്ട്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സച്ചിൻ പള്ളിക്കാടിൻ്റെ സ്റ്റോറിയിൽ പറയുന്നത് പോലെ 2002 എന്ന് പറയുന്ന മുറിയിൽ നിന്ന് നേരെ വരുന്നത് എൻ്റെയും ഷാജഹാൻ്റെയും പിന്നിൽ ഈ കാണുന്ന മാവേലിക്കര സബ് ജയിലിലെ 3-ാം നമ്പർ മുറി. ആ 3-ാം നമ്പർ മുറിയിൽ ഇപ്പോൾ ഈ വസ്ത്രം, ജയിലിൻ്റെ വസ്ത്രം ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. നിലവിൽ ധരിച്ചിരുന്ന ആരെയും ആകർഷിക്കാനുള്ള പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വെള്ള വസ്ത്രധാരിയായി ഇപ്പോൾ ആ ജയിലിനുള്ളിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. ബാക്കി കാര്യം നമ്മുടെ ഷാജഹാൻ പറയും. ഇപ്പോൾ മൂന്നാമത്തെ ആ ഒരു പരാതി, ആ 3-ാം പരാതിയിൽ 3-ാം സെല്ലിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അക്ഷിത, ഇപ്പോൾ ഒരു 3-ാമത്തെ പരാതിയിലാണ്. നമുക്കറിയാം 2 പരാതികൾ വന്നു. പക്ഷേ ഈ 2 പരാതിയിൽ ഒരു പരാതി തൽക്കാലം അറസ്റ്റ് വേണ്ട എന്നുള്ളൊരു നിലയിൽ നിൽക്കുന്നു. 2-ാമത്തെ പരാതിയിൽ ജാമ്യം എടുത്ത് നിൽക്കുന്നു. 3-ാമത്തെ പരാതി പോലീസിന് മനസ്സിലായ കാര്യം, പോലീസിൻ്റെ തന്നെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേകുന്ന ഒരു തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം കളിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ തൊട്ട് മുൻപായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് പഴുതടച്ച ഒരു അന്വേഷണമായിരുന്നു അന്വേഷണ സംഘം നടത്തിയത്. അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായിട്ട് മാസ്റ്റർ പ്ലാൻ എല്ലാം അതീവ രഹസ്യമായിട്ട് നമുക്കറിയാം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പ്രത്യേക സംഘം പിടികൂടി കൊണ്ടുവരുന്ന വേളയിൽ റിസപ്ഷനിൽ വന്നിട്ട് റിസപ്ഷനിസ്റ്റിനെ നോക്കിയിട്ട് എന്തോ വളരെ മുഖഭാവം നമുക്ക് ഏതാണ്ട് അറിയാൻ പറ്റും. ബോഡി ലാംഗ്വേജിലൊക്കെ വളരെ ക്ഷുഭിതനായിട്ട് എന്തോ പറഞ്ഞിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് അദ്ദേഹത്തിന് അത്രത്തോളം സ്വാധീനമുള്ളൊരു ഹോട്ടലാണ്. അവിടെ ഇങ്ങനെ ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഒരു പോലീസ് വന്നിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളതാവാം സ്വാഭാവികമായിട്ടും ഈ MLA ചൊടിപ്പിച്ചത്. എന്തായാലും MLA ഇപ്പോൾ നമ്മൾ നേരത്തെ രാജ്കുമാർ പറഞ്ഞ പോലെ ഇവിടുത്തെ 3-ാം നമ്പർ മുറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണ്. ഇപ്പോൾ അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന് വൈകിട്ടത്തെ ഭക്ഷണം കിട്ടും. പക്ഷേ ഇതിൻ്റെ വേറെ കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊന്നും പോരാ എന്നുള്ള പരാതി ഇപ്പം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് പോകണം. കാര്യം തിരുവനന്തപുരത്ത് ചെന്നാൽ മാത്രമേ വളരെ സുഖലോലുപനായിട്ട് അവിടെ ജയിലിൽ കഴിയാൻ സാധിക്കത്തുള്ളൂ. ഈ സ്പെഷ്യൽ ജയിലിൽ അത്രത്തോളം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്പെഷ്യൽ ജയിലെന്ന് പേര് കേട്ടപ്പോൾ ആദ്യം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പെട്ടെന്നാണ് മനസ്സിലായത് പണി പാളി, ഇത് നിലത്ത് കിടക്കണം, കട്ടിലില്ല, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. അങ്ങനെയല്ലേ നിലത്താണ് കിടക്കുന്നത്? നിലത്ത് കിടക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് നമുക്ക് ചില സൂചനകൾ കിട്ടിയത്. പക്ഷേ അങ്ങനെ പുള്ളിക്ക് അദ്ദേഹത്തിന് ഇവിടെ കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം അതുകൊണ്ട് ചില സ്വാധീനങ്ങൾ അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും ഒരു MLA ആണ്, നിലവിൽ അദ്ദേഹം MLA ആണ്, അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്തരം ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് അദ്ദേഹം സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് പോവുകയും അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്നും അവിടെ ഏതെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മേഖലകളുണ്ടല്ലോ, അത്തരം മേഖലകളിലൂടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരികയും അവിടെ വരുന്ന ഇത് ജയിലിൻ്റെ ഇനിയിപ്പോൾ നമ്മുടെ വിചാരണ വേളയിലാണെങ്കിലും അല്ലെങ്കിൽ ശിക്ഷാവേളയിലാണെങ്കിലും ഒക്കെ തന്നെ അവിടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ സുഖമായിട്ട് താമസിക്കാൻ കഴിയും. അതുകൊണ്ടിട്ട് തന്നെ അദ്ദേഹത്തിന് ഒളിവിൽ കഴിഞ്ഞാൽ കർണാടകയിലേക്ക് പോകാൻ ആവശ്യപ്പെടുമോ എന്നറിയില്ല. ഇനി അതുകൂടി ഇതിപ്പോൾ 2 ദിവസത്തിനുള്ളിലായിട്ട് പോലീസുകാർ കൊണ്ടുപോകും. കാര്യം ഇപ്പോൾ എന്തായാലും അക്ഷിത അവർ നാളെയോ മറ്റന്നാളോ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. ഈ 2-3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ. കാര്യം ഇപ്പോഴത്തെ കേസ് മാത്രമല്ല, വേറെ ഒട്ടനവധി പരാതികൾ പോലീസിന് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ പരാതികൾ കൂടി ഈ പരിശോധിച്ചുകൊണ്ട് അത് ചോദ്യം ചെയ്യലും അതിൻ്റെ തെളിവെടുപ്പുകളുമായിട്ട് പല ഹോട്ടലുകളിലും കയറിയിറങ്ങേണ്ട ഒരു സാഹചര്യം
സാഹചര്യം വരും. കാര്യം ഹോട്ടലുകളിൽ തിരുവല്ലയിലേക്കാണ് പ്രധാനമായും പോകേണ്ടുന്ന ഇടം. അവിടെ വെച്ചാണ് ഈ പറയുന്ന ഇതെല്ലാം നടന്നത്. അതുപോലെ ഈ മറ്റൊരു ഇരയെ വടകരയിലേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇദ്ദേഹത്തിന്റെ ഒരു ആക്സസ്. വടകര എന്താണെന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ ഷാജഹാൻ, ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ പരാതിയുമായി രംഗത്തെത്തുന്ന സ്ത്രീകൾക്ക് വളരെ വലിയ തോതിൽ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്നടക്കം ആക്രമണം നേരിടേണ്ടി വരുന്നു. അതൊരു തന്ത്രമായിരുന്നു, അങ്ങനെ അവരെ മിണ്ടാതെ അവരുടെ വായടപ്പിക്കാമെന്നൊരു തന്ത്രം. പക്ഷേ ഇവിടെ ഇപ്പോൾ അറസ്റ്റിലേക്ക് തന്നെ പോകുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേർ ഇനി തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് പരാതിയായി തന്നെ എത്താനുള്ള സാഹചര്യവുമുണ്ട്. നോക്കൂ രാജ്കുമാർ, ഒപ്പം തന്നെ ഷാജഹാൻ, ഈ പരാതികളിലൊക്കെയും സ്വഭാവം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ്. ഇയാൾക്കുണ്ടായിരുന്ന ലൈംഗിക വൈകൃതങ്ങൾ, സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു രീതി, അതിനെക്കുറിച്ചൊക്കെ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പരാമർശങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനമായിട്ടും ഇദ്ദേഹം ഒരു സ്ഥിരം ഒരേ ശൈലിയിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരാളാണ്, ക്രിമിനലാണ്. ഇത്തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി ഒട്ടനവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന പ്രതി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കേസിനെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം. അത് മാത്രമല്ല, അതായത് അഷിത, ശ്രദ്ധേയമായ കാര്യം, ഈ റിമാൻഡ് റിപ്പോർട്ട് നമ്മുടെ പക്കലുണ്ട്. പക്ഷേ ഇത് വായിക്കാൻ കൊള്ളില്ല. സർട്ടിഫിക്കറ്റ് പോലും തോറ്റുപോകുന്ന വിധത്തിലാണ് അതിലെ ഭാഗങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് സത്യം പറഞ്ഞാൽ അതിജീവിതയെ നമ്മൾ തൊഴുതുപോകും. അവർ ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ചു. ഒരു സെക്സ് പെർവർട്ട് എന്ന് പറയുന്ന തരത്തിൽ കൊല്ലത്തൊക്കെ വന്നിട്ട് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു MLA പറഞ്ഞത് സൈക്കോ ആണെന്ന് പറഞ്ഞ, സെക്സ് സൈക്കോ എന്നൊക്കെയാണ് വിളിച്ചത്. ആരാണ് സൈക്കോ എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അത്ര നീചമായി അശിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിജീവിതയുടെ ആ ഒരു മനക്കരുത്തിന് സമ്മതിക്കണം. ഇപ്പോഴെങ്കിലും അവർ ഈ പരാതിയുമായി വന്നതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞത്. പൂങ്കുഴലി IPS അവർ വളരെ കൃത്യമായി എല്ലാം മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ട് ഇയാളെ പിടികൂടി എത്തിച്ചു. ഒരുപക്ഷെ ഇതിന് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഒരു നോട്ടീസ് നൽകിയിരുന്നുവെങ്കിൽ ഉറപ്പായും മറ്റൊരു കർണാടകയിലേക്കോ അല്ലെങ്കിൽ കർണാടകയിൽ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടേക്ക് ഒളിവിൽ പോയേനെ. അപ്പോൾ ഒരിക്കലും നമുക്ക് കിട്ടില്ലായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനെ. അങ്ങനെ ഒരു നീണ്ട ഒരു ഒളിച്ചുകളി ഇദ്ദേഹം നടത്തിയേനെ. പക്ഷെ അതിനുള്ള അവസരം പോലും കൊടുക്കാതെ പഴുതടച്ച ഒരു അന്വേഷണം മുൻ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂങ്കുഴലി IPS വളരെ കൃത്യമായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വലയിലാക്കി എന്നുള്ളതാണ്. അതിലിപ്പോൾ അജിത പറഞ്ഞ അത് ആ അതിജീവിതകൾക്കുള്ള ഇതൊരു അറിയിപ്പ് കൂടിയാണ്, ഒരു സന്ദേശമാണ്. നിങ്ങൾ തരുന്ന പരാതിക്ക് ഞങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തോടുകൂടി നിങ്ങൾക്ക് നീതി വാങ്ങി നൽകിയിരിക്കുമെന്ന സംസ്ഥാന ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ ഒരു സന്ദേശം അത് ഇപ്പോൾ പോലീസ് അത് കൃത്യമായി കേരള പോലീസ് അത് എത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇന്ന് കണ്ട ഇതിൽ ഒരു സംഘത്തിന്റെ തന്നെ ഗൂഢാലോചന അല്ലെങ്കിൽ രാഹുലിനെ സഹായിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഫെനി നൈനാനാണ്. രണ്ടാമത്തെ പരാതി വരുമ്പോഴും അതിൽ ഫെനിയുടെ പേര് വളരെ കൃത്യമായി ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അന്നും ഫെനിയെ വെളുപ്പിക്കാനായി ഏതൊക്കെ നിലയിൽ ശ്രമങ്ങൾ നടത്തി. അന്ന് അയാൾ സ്ഥാനാർത്ഥി കൂടിയാണ്. എന്നിട്ട് പോലും തള്ളിപ്പറയാതെ കോൺഗ്രസ് നേതൃത്വം സംരക്ഷിച്ച നില നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ മൂന്നാമത്തെ പരാതിയിലും ഫെനിയുമായി ബന്ധപ്പെട്ട്, അത് സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ പോലും പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഫെനിയുമായി ബന്ധപ്പെട്ട് വരികയാണ്. അപ്പോൾ രാഹുൽ ഒറ്റയ്ക്കാണ് ഇത് നടത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. രണ്ടാമതായി വടകരയിലെ ഫ്ളാറ്റ്, രാഹുൽ മാങ്കുട്ടത്തിന് വടകരയിൽ ഒരു ഫ്ളാറ്റ് ഉള്ളതായി സാധാരണഗതിയിൽ പൊതുമധ്യത്തിൽ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമല്ല. പാലക്കാടുണ്ട്, പക്ഷെ വടകരയിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ച് അറിവില്ല. അപ്പോൾ ഏത് ഫ്ളാറ്റിലേക്കാണ് വടകരയിലേക്ക് രാഹുൽ ഈ പെൺകുട്ടികളെ ക്ഷണിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഫെനിക്കപ്പുറത്തേക്ക് നേടുന്ന ഒരു ശൃംഖല കൂടി സംശയിക്കേണ്ടതുണ്ടല്ലേ? ഉറപ്പായും വടകരയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനമുണ്ടല്ലോ. അവിടെ നമുക്കിപ്പോൾ തുറന്നു പറയുന്നില്ല, കേൾക്കുന്ന ഓരോ പ്രേക്ഷകർക്കും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അത് മനസ്സിലാവും. നിങ്ങൾ ആരെയാണ് ഇത്രയും നാൾ ചുമന്നുകൊണ്ടിരുന്നത്, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ മെഴുകിക്കൊണ്ടിരുന്നത്, ആരെയാണ് നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു മനുഷ്യ രൂപം അതൊരിക്കലും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനും ചേർന്ന, പ്രത്യേകിച്ച് ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാൾ രൂപം. ഇപ്പം ഈ പറഞ്ഞ പോലെ വടകരയിലേക്ക് ഈ ബന്ധങ്ങൾ എങ്ങനെ വരുന്നു? ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നൈനാൻ, അയാളുടെ ബന്ധങ്ങൾ ഏതെല്ലാം അളവിലേക്ക് പോകുന്നു, ഏതൊക്കെ അപ്പുറത്തേക്ക് പോകുന്നു? ഇത്രയും പ്രതിസന്ധി ഈ വടകരയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രധാന ചോദ്യമാണ് എന്തുകൊണ്ട് വടകര? ഈ കേരളത്തിൽ ഇത്രയും ജില്ലകൾ കിടക്കുമ്പോൾ വടകര ജില്ല അത്രയും സ്വാധീനമുള്ള ഒരു ജില്ല അല്ലെങ്കിൽ മണ്ഡലമായി മാറണമല്ലോ. മറ്റൊരു കർണാടകയാണ്.
അഥവാ കർണാടകയിൽ കിട്ടുന്ന കണക്കുള്ള സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഒളിവിൽ കഴിയാനോ എന്ത് ചെയ്താലും പുറം ലോകം അറിയില്ല എന്ന് രാഹുൽ മാങ്കുട്ടം വിശ്വസിക്കുന്ന ഒരു കേന്ദ്രം വടകരയിൽ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇതുപോലെ ഒട്ടനവധി സംഭവങ്ങൾ മറ്റും ഉണ്ടായിട്ടുണ്ടാകും. കാര്യം അതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരൊറ്റ കേസിനായിട്ട് വിളിക്കൽ. ഇതിന് മുൻപ് സമാനമായ രീതിയിൽ കേസുകൾ ഉണ്ടാകാം, വടകരയിൽ കൊണ്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു കെണിയായിരിക്കാം വീണ്ടും വടകരയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതെ, ഉറപ്പായും. അതായത് എന്ത് നടന്നാലും പുറം ലോകം അറിയരുത്. ചെന്നപാടെ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മുഖത്തടിക്കുകയും ആ ദേഹത്ത് പരിക്കേൽപ്പിക്കുകയും വളരെ മോശമായ നിലയിലാണ് ആ പെൺകുട്ടിയോട് പെരുമാറിയത്. ആ റിമാൻഡ് റിപ്പോർട്ടിലെ വാചകങ്ങൾ നമുക്ക് വായിക്കാനേ കഴിയില്ല. ഇതിനകത്തൊക്കെ വളരെ തന്ത്രപരമായിട്ടാണ് കാര്യം. ഇപ്പോൾ ഒരു മുറിയെടുക്കാൻ ആ പെൺകുട്ടിയോട് പറയുന്നു, ആ പെൺകുട്ടിയെ കൊണ്ട് മുറിയെടുപ്പിക്കുന്നു. ആ പെൺകുട്ടി മുറിയെടുത്തതിന് ശേഷം പുള്ളി മൊത്തത്തിലൊരു നിരീക്ഷണം നടത്തി ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ എത്തിച്ചേരുന്നു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആദ്യം ഞാൻ പോകാം, അതിന് ശേഷം വന്നാൽ മതി. ഇങ്ങനെ വളരെ വളരെ ആസൂത്രിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതീവ ബുദ്ധിമാനാണ് കാര്യം. നമ്മളിത് സൈക്കോ എന്ന് പറഞ്ഞാൽ പോരാ, അതീവ ബുദ്ധിമാനാണ് കാര്യം. അതല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനൊരു കേസുകൾ ഇത്രയധികം കേസുകൾ വന്നിട്ടും അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അത് പുറത്തേക്ക് പോലീസിലേക്ക് വന്നില്ല. കോൺഗ്രസ് നേതൃത്വം അവർക്ക് മാക്സിമം അത് ചെയ്തു, അത് ചെയ്യാം, ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് പിടിവിട്ട് പോകുന്ന ഒരു ലക്ഷണത്തിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഒന്നൊന്നായി പുറത്തു വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അകത്തായി കഴിഞ്ഞപ്പോൾ ഇനി കൂടുതൽ കേസുകളുണ്ട്, കൂടുതൽ പരാതികളുണ്ട്. ആ പരാതികളൊക്കെ ഇനി ഓരോ ദിവസവും ഒന്നൊന്നായി പുറത്തു വരും. അപ്പോൾ കൂടുതൽ ഈ കേസിൽ ഉൾപ്പെട്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു കേസിലാണ് വന്നിരിക്കുന്നത്. ഇനി 2 കേസ് നിൽപ്പുണ്ട്. ഇനി ഒട്ടനവധി കേസുണ്ട്. തിരുവനന്തപുരത്ത് ഒരു പോക്സോ കേസുണ്ടെന്ന് എൻ്റെ അടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത്. നേരത്തെ ഒതുക്കി തീർത്തൊരു കേസുണ്ട്. ആ കുട്ടി ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഒട്ടനവധി കേസുകൾ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അത്തരം കേസുകളൊക്കെ തന്നെ ഇനി ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. അഷിത. ശരി, രാജ്കുമാറും ഷാജഹാനുമാണ് മാവേലിക്കര സ്പെഷ്യൽ ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.